നമസ്കാരം. ഇത് ചരിത്രധ്വനി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബറുടെ മകൻ ഹിമയൂണിൻ്റെ കഥയാണിത്. സിംഹാസനം കിട്ടിയിട്ടും അത് നഷ്ടപ്പെട്ട് 15 വർഷത്തോളം ദാരിദ്ര്യനായി അലഞ്ഞു തിരിയേണ്ടി വന്ന ഒടുവിൽ അത് തിരിച്ചു പിടിച്ച ഒരു രാജാവിൻ്റെ പോരാട്ടവീര്യം നമുക്ക് നോക്കാം. 1530 ബാബർ മരിക്കുമ്പോൾ തൻ്റെ വിശാലമായ സാമ്രാജ്യം മകനായ ഹിമയൂണിന് കൈമാറി. എന്നാൽ ഹിമയൂണിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരന്മാർ തന്നെ അധികാരം പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് ബീഹാറിൽ നിന്നും അതിശക്തനായ ഒരു ശത്രു ഉദിച്ചുയരുന്നത് ഷെർഷാ സൂരി. 1539 ചൗസ യുദ്ധത്തിനും 1540 കൗനാജ് യുദ്ധത്തിനും ഷെർഷാ ഹിമയൂണിനെ ദയനീയമായി തോൽപ്പിച്ചു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹിമയൂണിന് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു. രാജ്യമില്ലാത്ത രാജാവായ അദ്ദേഹം വർഷങ്ങളോളം പേർഷ്യയിൽ അഭയാർത്ഥിയായി കഴിഞ്ഞു. ഈ കഷ്ടപ്പാടിനിടയിലാണ് ലോകപ്രശസ്തമായ അക്ബർ ചക്രവർത്തി ജനിക്കുന്നത്. ഷെർഷാ സൂരിയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ദുർബലരായത് ഹിമയൂണിന് ഒരവസരമായി. 15 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം പേർഷ്യൻ രാജാവിൻ്റെ സഹായത്തോടെ ഹിമയൂൺ തിരിച്ചുവന്ന് 1555 ഡൽഹി വീണ്ടും പിടിച്ചെടുത്തു. പക്ഷേ ആ വിജയം ആഘോഷിക്കാൻ അദ്ദേഹത്തിന് അധികകാലം കഴിഞ്ഞില്ല. വെറും 6 മാസത്തിനു ശേഷം തൻ്റെ ലൈബ്രറിയിൽ ഗോവണിപ്പടിയിൽ നിന്നും കാലുതെറ്റി വീണ് അദ്ദേഹം അന്തരിച്ചു. ചരിത്രകാരനായ ലെയ്ൻഫുൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിതകാലം മുഴുവൻ വീണും പിടഞ്ഞും നടന്ന ഹിമയൂൺ ഒടുവിൽ മരിച്ചതും ഒരു വീഴ്ചയിലൂടെയായിരുന്നു. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.